അപ്പോൾ ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമായിരിക്കും സംസ്കാരം നടക്കുക. വീട്ടുവളപ്പിൽ രാവിലെ 9 മണിയോടുകൂടി പൊതുദർശനം ഉണ്ടാകും പറവൂരിൽ. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രദീപ്, ഇപ്പോഴും മലയാളി ഓരോരുത്തരും വേദനിക്കുകയാണ്. സലിം കുമാർ എന്ന് ഇത്രയും നാളും നമ്മൾ പറഞ്ഞ ആ പേര് പറയുമ്പോൾ പോലും ആ കഥാപാത്രങ്ങൾ മനസ്സിലൂടെ പോകും. നമ്മളൊന്ന് ചിരിച്ചു പോകുമായിരുന്നു. ആ ചിരി എപ്പോഴും അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ചിരിയാണ് മാഞ്ഞിരിക്കുന്നത്. പൊതുദർശനം, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, ആ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്, എന്താണിപ്പോൾ ബന്ധുക്കൾ ഉൾപ്പെടെ അറിയിക്കുന്നത്? പൂജ, മലയാള സിനിമയിൽ ഹാസ്യത്തിന് പുതിയ മാനങ്ങൾ നൽകിയാണ് പറവൂറുകാരനായ സലീം കുമാർ വിട പറയുന്നത്. എന്നെന്നും ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെതായുണ്ട്. അത് കോമഡിയിലായിരുന്നാലും, ഒപ്പം മുൻപ് പറഞ്ഞതുപോലെ ആദാബുവിൻ്റെ മകൻ അബുവിലായിരുന്നാലും, അച്ഛനുറങ്ങാത്ത വീട്ടിലായിരുന്നാലും, അങ്ങനെ ഓരോ ചിത്രങ്ങളിലും തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ച് കടന്നു പോകുന്ന കലാകാരനാണ് സലീം കുമാർ. ഇന്നലെ രാത്രി 11:30യോടെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യമുണ്ടായത്. മൃതദേഹം ഇപ്പോഴും അമൃത ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. രാവിലെ 8 മണിയോടുകൂടി ഇടപ്പള്ളിയിലെ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം സ്വദേശമായ വടക്കൻ പറവൂരിലേക്ക് കൊണ്ടുപോകും. കേവലം ഒരു 3/4 മണിക്കൂറിൽ താഴെയുള്ള യാത്ര കൊണ്ട് വടക്കൻ പറവൂരിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിച്ചേരും. 9 മണി മുതൽ പറവൂർ ടൗൺ ഹാളിലാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 12-12:30 വരെ, അതല്ലെങ്കിൽ ഏറ്റവും ഒടുവിലെത്തുന്ന ആളുകൾക്ക് പോലും ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് ശേഷം മൃതദേഹം പറവൂർ ചിറ്റാറ്റുകരയ്ക്കടുത്ത് നീണ്ടൂരിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. 3 മണിയോടുകൂടിയാണ് സംസ്കാരം ക്രമീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ആഗ്രഹപ്രകാരം മതാചാരമായിരിക്കില്ല സംസ്കാര ചടങ്ങുകൾ. മാത്രവുമല്ല, പിന്നീട് അസ്ഥി നിമജ്ജനം വേണ്ട എന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ചടങ്ങുകൾ ഒഴിവാക്കുമെന്നാണ് അറിയുന്നത്. വലിയ ഒരു ജനസഞ്ചയം സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി വടക്കൻ പറവൂരിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ സ്നേഹിക്കുന്നു. നമുക്കറിയാം, ഒരുപക്ഷെ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ഡയലോഗുകൾ മലയാളി ഏറ്റുപറഞ്ഞത് സലീം കുമാറിൻ്റെതായിരിക്കാം. അത് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതം ഏതാണ്ട് തുടങ്ങിയ കാലം മുതൽക്കുള്ള ഓരോ സിനിമയിലും മലയാളികൾക്ക് ഓർത്തോർത്ത് ചിരിക്കാനും അല്ലെങ്കിൽ ഏറ്റുപറയാനും ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ അടുപ്പക്കാരോടോ ഒക്കെ പങ്കുവയ്ക്കാനുമായി ഓരോ ഡയലോഗെങ്കിലും അദ്ദേഹം സമ്മാനിച്ചിരുന്നു. അത് പുലിവാൽ കല്യാണത്തിലായിരുന്നാലും, ചതിക്കാത്ത ചന്തുവിലായിരുന്നാലും, അല്ലെങ്കിൽ മീശ മാധവനിലായിരുന്നാലും, ഏത് സിനിമയിലും ഏതെങ്കിലും ഒരു ചെറിയ ഡയലോഗെങ്കിലും എക്കാലവും ഓർമ്മിക്കാൻ വേണ്ടി അദ്ദേഹം തിരികെ കയറ്റിയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം സമ്മാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ശുദ്ധഹാസ്യം എന്ന് പറയുമ്പോൾ മലയാളി എപ്പോഴും ഓർമ്മിക്കുന്ന പേരുകളിൽ ഒടുവിലത്തെ ഒരാളായി സലീം കുമാറും മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞത് മുതൽ നമുക്കറിയാം, ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ വിവിധ തലങ്ങളിൽ അതിൻ്റെ ദുഃഖവും ആദരാഞ്ജലിയും ഒക്കെ അർപ്പിക്കുന്നത് കാണാമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് തെരഞ്ഞെടുപ്പ് ദിവസമാണ്. വടക്കൻ പറവൂരിലെ വടക്കക്കര സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്യാനെത്തിയത്. ഏതാണ്ടൊരു 3 മണിയോടുകൂടിയാണ് അദ്ദേഹവും ഭാര്യയും മക്കളും വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയത്. വോട്ട് ചെയ്യാൻ എത്തുന്നതിന് 2 ദിവസം മുൻപ് വരെ വൈറൽ ഫീവർ ബാധിച്ച് അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. അതുകൊണ്ട് വോട്ട് ചെയ്യാൻ വന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഒരു 5-10 മിനിറ്റോളം അവിടെ ഒരു കസേരയിൽ അദ്ദേഹം ഇരുന്ന് വിശ്രമിച്ചു. അതിനുശേഷം വോട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തോട് പ്രതികരണമൊക്കെ ആരാഞ്ഞു. അവിടെയും ഒരു 10 മിനിറ്റോളം അദ്ദേഹം റെസ്റ്റ് എടുത്തതിന് ശേഷം, വിശ്രമിച്ചതിന് ശേഷം, കിതപ്പൊക്കെ മാറിയതിന് ശേഷമാണ് പ്രതികരിക്കാൻ തയ്യാറായത്. അന്നും വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ അദ്ദേഹം തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് സംസാരിച്ചു. ഒപ്പം വരാനിരിക്കുന്ന വിജയങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ആശുപത്രിയിൽ നിന്ന് 2 ദിവസം മുൻപ് വന്നതേയുള്ളൂ, അതുകൊണ്ട് തന്നെ എൻ്റെ കിതപ്പും ക്ഷീണവും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് വളരെ ചുരുങ്ങിയ വാക്കുകളാണ് അന്ന് അദ്ദേഹം സംസാരിച്ചത്. ഒരു നല്ല കലാകാരൻ എന്ന് മാത്രമല്ല, നിലപാടുകൾ പ്രഖ്യാപിക്കുന്നതിൽ വിമുഖതയൊന്നും ഇല്ലാതിരുന്ന കലാകാരൻ കൂടിയാണ് സലീം കുമാർ. നമുക്കറിയാം, തികഞ്ഞൊരു കോൺഗ്രസ്സുകാരനായാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ എല്ലാം അദ്ദേഹം ആദ്യം പറവൂരിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ മുതൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളെല്ലാം ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത് സലീം കുമാറായിരുന്നു. ഇപ്പം ഈ ഏറ്റവും ഒടുവിലെ തെരഞ്ഞെടുപ്പിലും ആ പതിവിന് മാറ്റമൊന്നും ഉണ്ടായില്ല. വി.ഡി. സതീശൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അദ്ദേഹമായിരുന്നു. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയായി മാറിയ ശേഷം വി.ഡി. സതീശന് നൽകിയ സ്വീകരണ ചടങ്ങിൽ ഉൾപ്പെടെ സലീം കുമാർ പങ്കെടുത്തിരുന്നു. താൻ കോൺഗ്രസ്സുകാരനായി മാറിയതിനെക്കുറിച്ച് സലീം കുമാർ പറയുന്നത്, ഒന്നും അറിയാതിരുന്ന പ്രായത്തിൽ അച്ഛൻ്റെ കൈപിടിച്ച് ഒരു ജാഥയ്ക്കോ റാലിക്കോ എന്തിനു പോയി. അവിടെ വെച്ചാണ് ഒരു നേതാവിനെ ആദ്യം കാണുന്നത്. മാലയിടണമെന്ന് അച്ഛൻ പറഞ്ഞു, മാലയിട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് അത് കെ കരുണാകരനാണ് എന്ന് തനിക്ക് മനസ്സിലായത്. എല്ലാവരോടും താൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് അന്ന് മുതൽ പറഞ്ഞു തുടങ്ങി. യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്താണെന്നും തനിക്ക് അറിയില്ലായിരുന്നു, പക്ഷേ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഒരു അടിമുടി കോൺഗ്രസ്സുകാരൻ കൂടിയാണ്. പലപ്പോഴും കലാകാരന്മാർ രാഷ്ട്രീയമൊക്കെ ഒളിച്ചു വയ്ക്കാറുണ്ട്, മറച്ചു വയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ മൂടി പൊതിഞ്ഞ് പറയാറുണ്ട്. പക്ഷേ സലീം കുമാർ അങ്ങനെയായിരുന്നില്ല.
തുറന്നു തന്നെ അക്കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. താൻ 100% ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയുകയും അതിൽ വിശ്വസിക്കുകയും അടിയുറച്ച് നിൽക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് സ്വീകരണ ചടങ്ങ് നൽകിയതിനു ശേഷമാണ് സലീം കുമാർ വിട പറയുന്നത്. ഒരു കലാകാരൻ, ഒപ്പം രാഷ്ട്രീയ നിലപാടുള്ളയാൾ, വ്യക്തിത്വമുള്ളയാൾ എന്നതിനൊപ്പം നല്ലൊരു കർഷകൻ കൂടിയായിരുന്നു സലീം കുമാർ. വടക്കൻ പറവൂർ ചെമ്മീൻ കെട്ടുകളുടെയും വെള്ളത്തിൻ്റെയും ഒക്കെ നാടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സിനിമയിലൊക്കെ വന്ന് സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടതിന് ശേഷം ചെമ്മീൻ കെട്ടൊക്കെ വാങ്ങിയിരുന്നു. കൂടാതെ വേറൊരു 7 ഏക്കർ നെൽപ്പാടം വാങ്ങിയിരുന്നു. അങ്ങനെ കൃഷിസ്ഥലത്തൊക്കെ നേരിട്ട് പോകുന്ന, താരജാടകളൊന്നുമില്ലാതെ എല്ലാവരോടും ഇടപെടുന്ന, കൃഷിസ്ഥലത്തൊക്കെ നേരിട്ട് പോയി കൃഷികാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരു കൃഷിക്കാരൻ അല്ലെങ്കിൽ ഒരു കുടുംബസ്ഥൻ ഒക്കെയായിരുന്നു അദ്ദേഹം. അങ്ങനെ മഹാരാജാസ് കോളേജിലെ ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിലെ മിമിക്രി താരത്തെ കൂടുതൽ തേച്ചു മിനുക്കിയെടുക്കുന്നത്. ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞ ബാല്യ കൗമാരത്തിൽ നിന്ന് യൗവനത്തിലെത്തി അതിനുശേഷം കൊച്ചിൻ സാഗറിലും കൊച്ചിൻ കലാഭവനിലും ഒക്കെ എത്തി. അവിടെ നിന്നാണ് നാദർഷയുടെയും മറ്റും സഹായത്തോടുകൂടി സിദ്ദിഖ് ഷമീറിൻ്റെ ഇഷ്ടമാണ് 100 വട്ടം എന്നുള്ള ചിത്രത്തിലേക്ക് ആദ്യമായി വരുന്നത്. അങ്ങനെ ആദ്യ ചിത്രം മുതൽ കയ്യൊപ്പ് പതിപ്പിച്ച ഒരു കലാകാരനാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. രാവിലെ 8 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം അമൃത ആശുപത്രിയിൽ നിന്ന് സ്വദേശമായ വടക്കൻ പറവൂരിലേക്ക് കൊണ്ടുപോകും. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.